ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമുക്ക് ക്രോഷ്യ സ്ലിപ്പർ കീ ചെയിൻ ചെയ്താലോ. ബിഗിനേഴ്സിന് പോലും ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണിത്. അതിന് വേണ്ടി 4 പ്ലേ കോട്ടൺ യാനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ 3mm ക്രോഷ്യ ഹൂക്കും. ആദ്യം നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ടൊരു 9 ചെയിനും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യത്തെ ചെയിൻ സ്കിപ്പ് ചെയ്ത് രണ്ടാമത്തെ ചെയിനിലോട്ട് 2 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് 6 സ്റ്റിച്ചിലോട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് ചെയിനിലോട്ട് ഒരു 5 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇനി യാണൊന്ന് ടേൺ ചെയ്യാം. അപ്പുറത്തെ സൈഡും ആദ്യത്തെ 6 സ്റ്റിച്ചിലോട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് സ്റ്റിച്ചിലോട്ട് 2 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റൗണ്ടിൽ ആദ്യം 2 ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി ആ സെയിം ചെയിനിലോട്ട് 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അടുത്ത സ്റ്റിച്ചിലോട്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് 6 സ്റ്റിച്ചിലോട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കാം. ഇനി ടോപ്പിൽ വരുന്ന 5 സ്റ്റിച്ചിലോട്ട് ഓരോ സ്റ്റിച്ചിലോട്ടും 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് 6 സ്റ്റിച്ചിലോട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റുള്ള 2 സ്റ്റിച്ചിലോട്ട് 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കാം. ഒരു സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ എന്ന രീതിയിൽ. ആദ്യത്തെ സ്റ്റിച്ചിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ റൗണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മൂന്നാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 2 ചെയിൻ ഇട്ട് കൊടുക്കാം. സെയിം സ്റ്റിച്ചിലോട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം.
അടുത്ത സ്റ്റിച്ചിലോട്ട് 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് 1 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അടുത്ത സ്റ്റിച്ചിലോട്ട് 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. 1 2 1 2 എന്നിങ്ങനെ. നെക്സ്റ്റ് 6 സ്റ്റിച്ചിലോട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കാം. ഇനി ടോപ്പിൽ വരുന്ന സ്റ്റിച്ചിലോട്ട് സെക്കൻഡ് റൗണ്ടിൽ 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുത്ത സ്റ്റിച്ചിലോട്ട് 1 ഡബിൾ ക്രോഷ്യ 2 ഡബിൾ ക്രോഷ്യ എന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം. അടുത്ത് വരുന്ന 6 സ്റ്റിച്ചിലോട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കാം. ഈ റൗണ്ടിൽ ഇനി 4 സ്റ്റിച്ചാണ് ബാക്കിയുള്ളത്. അതിൽ ഒരു സ്റ്റിച്ചിലോട്ട് 1 ഡബിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ചിലോട്ട് 2 ഡബിൾ ക്രോഷ്യ, അങ്ങനെ 2 പ്രാവശ്യം വീതം ചെയ്ത് കൊടുക്കാം. ടോപ്പ് സ്റ്റിച്ചിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇവിടെ 3ാമത്തെ റൗണ്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ചെയിൻ ഇട്ട് കൊടുത്ത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ സോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രാപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടി ഞാനൊന്ന് ചെയിൻ ചെയ്യാം. സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. അതിലോട്ട് 18 ചെയിൻ ഇട്ട് കൊടുക്കാം. ആദ്യത്തെ ചെയിൻ സ്കിപ്പ് ചെയ്യുക. ബാക്കിയുള്ള 17 ചെയിനിലോട്ടും ഓരോ സ്ലിപ്പ് സ്റ്റിച്ച് വീതം ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെയിൻ ഇട്ട് കൊടുത്ത് ഞാനൊന്ന് കട്ട് ചെയ്യാം. വീണ്ടും ഞാനെടുത്ത് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. അതിലോട്ട് 4 ചെയിൻ ഇട്ട് കൊടുക്കുക. നാല് ചെയിനിലോട്ടും ഓരോ സ്ലിപ്പ് സ്റ്റിച്ച് വീതം ഇട്ട് കൊടുക്കുക. ശേഷം ഒരു ചെയിൻ ഇട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ സ്ട്രാപ്പ് ഒന്ന് ആ സോളിലോട്ട് ജോയിൻ ചെയ്തെടുക്കണം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതങ്ങനെ കറക്റ്റ് പ്ലേസ് ചെയ്തതിന് ശേഷം ഒരു നീഡിൽ വെച്ച് നമുക്ക് തുന്നി കൊടുക്കാം. എക്സ്ട്രാ വരുന്ന യാണൊക്കെ കവർ ചെയ്തെടുക്കാം. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാൻഡിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കീ ചെയിൻ ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കീ ചെയിനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സിനും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.